സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കുട്ടിക്കാനത്താണ്. വളരെ തണുപ്പുള്ള വളരെ ബ്യൂട്ടിഫുൾ അന്തരീക്ഷമാണ്. അവിടുത്തെ മറിയൻ കോളേജാണ്. ഒരുപാട് പ്രഗത്ഭരൊക്കെ പഠിച്ച് ഇറങ്ങിയ കോളേജാണ്. വളരെ മനോഹരമായ കോളേജാണ്. ഭയങ്കര രസമാണ് ഈ കോളേജും ഇവിടുത്തെ കുട്ടികളും ഒക്കെയും. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ച് നിൽക്കുകയാണ്. ഇന്ന് ഒരുപാട് ഫൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോകാം. എല്ലാ പടത്തിനും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്ന കരുതി നടക്കുമോ? ഐ ഡോണ്ട് ഹാവ് ഫസ്റ്റ് സ്റ്റെപ്പ് അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ കാണിച്ച സ്റ്റെപ്പ് അല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പ് അല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേർ. ഓ, ആ മുദ്ര. റെഡി ലേഡീസ്, 1 2 3 ഹിപ്പ് മൂവ്മെന്റ് വേണം സർ. അടിപൊളി ഒരേ എനർജിയാണ്. അവിടുന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ കൈ അടിച്ചത് മതിയെന്ന് പറഞ്ഞിട്ടും കൈയടി നിർത്താതെ അത്ര എനർജി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ നിന്ന്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പിയാണ്. അപ്പോൾ ഈ ഹാപ്പി എന്ന് പറഞ്ഞ ആളിൽ നിന്ന് തന്നെ ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ഇദ്ദേഹം ഓൾറെഡി ഞാൻ ഇവിടെ നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു. വളരെ നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന് സിനിമ അഭിനയമാണ് ഏറ്റവും ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കോമഡിയായിട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയലോഗും കോമഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാട്ടിൽ തുടങ്ങാം. അദ്ദേഹം ഒരു പാട്ടുകാരനും കൂടിയാണ് അല്ലേ? പേരെന്താണ് ഒന്ന് പരിചയപ്പെട്ടു? എൻ്റെ പേര് സോബിൻ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാനിവിടെ BSW പഠിക്കുന്നത്, സെക്കൻഡ് ഇയർ. ഓക്കെ. ഈ സിനിമ കണ്ടതാണോ? സത്യകാശന്ത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണ. വെരി ഗുഡ്. അപ്പം ഉഗ്രമായിട്ട് പെർഫോം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കണ്ടതിന് ശേഷം പെർഫോമൻസിലേക്ക് പോകാം. रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियाँ, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियाँ, केसरिया तेरा इश्क है पिया, रंग जाऊँ जो मैं हाथ लगाऊँ, दिन बीते सारा तेरी फिक्र में, रेन सारी तेरी खैर मनाऊँ. സൂപ്പറായിരുന്നു. അടിപൊളി. എങ്ങനെയുണ്ട് സർ? സൂപ്പർ. ആക്ഷൻ. ആഹാ, എല്ലാ സിനിമയിലും താനീ സെയിം ക്യാമറ ഉപയോഗിക്കുന്നത് വല്ല ചെയ്തിട്ടുള്ളൂ. എല്ലാ സിനിമയിലും ഇതേ ആക്ഷൻ കട്ട് ഇതല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. വല്ല ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിൽ മാത്രം എന്ത് ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആകണമെന്ന് കരുതി ഇങ്ങനെ നടക്കുമോ? ഐ ഡോണ്ട് അഗ്രി. ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിന് കൈവച്ച് ഞാൻ ആരും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്. നേരത്തെ കാണിച്ച സ്റ്റെപ്പ് അല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഈ ഏക മുദ്ര. വിരലുണ്ടോ? ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരൽ. വിരൽ മാറ്റം ഉണ്ട് കേട്ടോ. മുദ്ര പൊന്നെ ഉദാഹരണല്ലേ പറയണേ. എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു. സൂപ്പർ. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. സോബിൻ്റെ വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം മനോഹരമായിട്ട് അഭിനയിച്ചതും പാട്ടുപാടിയതും ഒക്കെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി സൗബിന് ശേഷം സോബിനായിരിക്കുമോ എന്നൊരു ഉത്കണ്ഠയിലാണ് ഞങ്ങൾ.
എന്താണ് ആയ സന്തോഷം. അങ്ങനെ വരട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത് വിളിക്കാം നമുക്ക് കൃതിക. ഓക്കെ, കൃതിക, സോബിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടർഫുൾ. അതാ, ഈ എനർജി നിങ്ങൾക്ക് തന്നെയാണെന്ന്, ഇത്ര എനർജി ആയിട്ട് തന്നെ നിൽക്കണമെന്ന്. അപ്പോൾ അതേ കണക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, റെഡി, ആക്ഷൻ. ആഹാ, താൻ ഈ സെയിം ക്യാമറ തന്നെ അല്ലേടോ എപ്പോഴും ഉപയോഗിക്കുന്നത്? ബെല്ല ചേഞ്ച് ഉണ്ടോ? എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ആ, താൻ ഈ എല്ലാ സിനിമയിലും ഈ സെയിം ആക്ഷൻ കട്ട് എന്ന് തന്നെ അല്ലേടോ ഉപയോഗിക്കുന്നത്? ബെല്ല ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തിനാടോ ചേഞ്ച്? ഐ കുഡിന്റ് അഡ്മിറ്റ്, ഐ കുഡിന്റ് അഫോർഡ് ഇറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഫോർ എക്സാമ്പിൾ, ഒരു നോർമൽ പുരുഷൻ നടക്കുന്നത് ദിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് നടക്കാൻ പറ്റുമോ? വെള്ളം 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 വെള്ളം. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. ഒരേ കണക്ക് ഇരിക്കുന്നില്ല, മാറ്റമില്ലല്ലോ. ഇല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര മറ്റേത് ഏകമുദ്ര, അതേ ഒരു വിരൽ. പിന്നെ ഇത് ത്രിമുദ്ര, അതേ 2 വിരൽ. ലേഡീസ് 1 2 3 സ്റ്റാർട്ട്. മതി, ഓക്കെ, അടിപൊളി. ശരി സാർ. ജിതിനെ, എന്തുണ്ട്, എവിടെയാണ് നാട്? ഞാൻ വയനാട്. വയനാട്, അടിപൊളി സ്ഥലമല്ലേ വയനാട്? അതെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ. റെഡി, ആക്ഷൻ. താൻ ഈ ഒരു മിനിറ്റ്. നീ എന്താണ് പറയുന്നത്? ആഹാ, എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? വല്ല വ്യത്യാസം ഉണ്ടോ? ആക്ഷൻ, താൻ എല്ലാ സിനിമയിലും ആക്ഷൻ കട്ട് തന്നെയല്ലേ പറയുന്നത്? വല്ല വ്യത്യാസം ഉണ്ടോ? പിന്നെ എന്തിനാ ഡാൻസിൽ വ്യത്യാസം വേണം? മേമേക്ക് ദരിദ്രവാസിയം ആത്മീ ഹൂം कृपया करे दरवाजा में किनारे है. I couldn't afford it, affiliate it, and something else. ഓക്കെ, അത് അവന്റെ കയ്യിൽ. ഓക്കെ, എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ച് അയാൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിയിൽ നിന്നും പോയി 2 എണ്ണം, ഒരു ജോഡി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ, അതിന്റെ മാസ്റ്റർ പീസ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ. ഇതാണ് മാർഗങ്ങൾ, ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഏകമുദ്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ശരിയാ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ദ്വമുദ്രയും. ഹിറ്റ് മൊമെന്റ്. നീ രക്ഷപ്പെട്ടോ, കൊള്ളാണ്, അടിപൊളി. അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. ഹായ്, ഹായ്, റെഡിയാണോ? ഹലോ. പിന്നെ ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല. എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് അടിപൊളി. ആക്ഷൻ. ആഹാ, താൻ ഈ എല്ലാ സിനിമയിലും സെയിം ക്യാമറ അല്ലേ ഉപയോഗിക്കുന്നത്? വെള്ള ചേഞ്ച് ഉണ്ടോ? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ കാണോടാ. എല്ലാ സിനിമയിലും ഈ ആക്ഷൻ കട്ടല്ലേ പറയുന്നത്? വെള്ള ചേഞ്ച് ഉണ്ടോ? ഡാൻസിൽ മാത്രം എന്തിനാ ചേഞ്ച്? ഐ കുഡന്റ് അഫോർഡ് ഇറ്റ്, ഐ കുഡന്റ് അഡ്മിറ്റ് ഇറ്റ്, ഐ കുഡന്റ് അഫോർഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നത് ദിങ്ങനെയാണ്. ചേഞ്ചിന് വേണ്ടി ദിങ്ങനെ നടക്കുമോ? എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ, പിള്ളേരുടെ സ്വഭാവം മന്ന ബുദ്ധി പിള്ളേരുടെ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതെന്റെ മാസ്റ്റർ പീസ് ആണ്, ഇതിലാരും കൈയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, പക്ഷെ ഒരേ അടക്കമുണ്ടല്ലോ രണ്ട് മുദ്ര ശ്രദ്ധിക്കണം. ആണോ? എന്തൊക്കെയായിരുന്നു മുദ്ര? ഒരേ മുദ്രയായിരുന്നല്ലോ രണ്ടിലും. അല്ല. ഏതൊക്കെ മുദ്ര അത് കാണിച്ചത്? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. ഏകമുദ്ര, മുദ്ര. ഷിറ്റ്. ഹിപ്പുമെന്റ് വേണോ സാർ? വേണ്ട. വേണ്ടേ? ഹിപ്പുമെന്റ് കൊടുത്തോണ്ടിരിക്കുക അവിടെ. അപ്പൊ വേണം, ഹിപ്പുമെന്റ് വേണം. ഓക്കെ, താങ്ക് യു. ആ വിളി കേട്ടില്ല ആൽബിച്ചായ. ജോയലെ, എന്തൊക്കെയുണ്ട്? ക്യാമറ നോക്കി പറയാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BBA ഫസ്റ്റ് ഇയർ. നാട് എവിടെയാണ്? പത്തനംതിട്ട. ഓക്കെ, റെഡി, ആക്ഷൻ. ആഹാ, എല്ലാ സിനിമയിലും താൻ സെയിം ക്യാമറ അല്ലല്ലോ ഉപയോഗിക്കുന്നത്? ആഹാ,
ഇപ്പൊ കേട്ടോ ആഹാ എല്ലാ സിനിമയിലും താൻ ഈ ആക്ഷൻ കാർഡനല്ലോ ഉപയോഗിക്കുന്നത് അതിനെ ചേഞ്ച് ഉണ്ടോ അത് പറഞ്ഞല്ലോ ഡാൻസ് പിന്നെന്തിനാ ഡാൻസ്? പിന്നെന്തിനാ ഡാൻസിന്റെ ചേഞ്ച് വെക്കുന്നത്? പിന്നെ ഫോർ എക്സാമ്പിൾ ഐക്കൂട്ടിന് വേണ്ട ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണോ സാധാരണ മനുഷ്യൻ നടക്കുന്നത്? സാധാരണ മനുഷ്യൻ നടക്കുന്നത് കാണിച്ച് ഒന്ന് കാണിക്ക്. അങ്ങനെയാണോ നടക്കുന്നത്? ഇങ്ങോട്ട് അടുത്ത് വാ, അന്റെ കുലുങ്ങിയുള്ള നടത്തം നമ്മൾ ഒന്ന് കാണട്ടെ. ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് അങ്ങനെയാണ്, പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? എന്റെ ഡാൻസിന്റെ മുദ്ര എന്ന് വെച്ചാൽ ആദ്യത്തെ ഇങ്ങനെയാണ്, അത് ഒറ്റ വരലേ ഉള്ളൂ, ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ മുദ്ര ഇങ്ങനെയാണ്, അതും ഇത് ഏകമുദ്ര, അത് ദുമുദ്ര 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 അല്ല ദിമുദ്ര. പിന്നെ ഹിപ്പ് മൂവ്മെന്റ് അല്ലേ, ഹിറ്റ് മൂവ്മെന്റ് അയ്യോ കണ്ണി കൊണ്ട് എന്താ അവിടെ ഒരു കണ്ണുപൊട്ടൻ യെസ്. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം ബേസിൽ. ബേസിൽ, ഹലോ, എന്തൊക്കെയാണ്? സുഖം. എവിടെയാണ് നാട്? എൻ്റെ വീട് കോതമംഗലം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ BBA. റെഡി 1 2 3 സ്റ്റാർട്ട്. ആക്ഷൻ. ഓക്കെ ആക്ഷൻ. ആഹാ, താൻ എല്ലാ സിനിമയിലും ഈ സെയിം ആക്ഷൻ കട്ട് തന്നെയല്ലേ പറയുന്നത്? താൻ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാത്തിലും സെയിം ക്യാമറ അല്ലേ താൻ ഉപയോഗിക്കണേ. പിന്നെ താൻ അതിന് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഐ കുഡിന്റ് അഫോർഡ് ഇറ്റ്, ഐ കുഡിന്റ് അഡ്മിറ്റ് ഇറ്റ്, പിന്നെ അഫിലിഡ് ഇറ്റ്. എന്താ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ മനുഷ്യൻ നടക്കണ ഇങ്ങനെയാണ്, ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല. ഇവനൊന്നും നമ്മളെപ്പോലെ സംസ്കാരമുള്ളവരല്ലെന്നേ. പാട്ട് കൂത്ത് എന്ന് പറഞ്ഞ് പുറകെ കൂടിയാൽ നാണക്കേട് നമുക്കാ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെന്റെ മാസ്റ്റർ പീസാണ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഇത് മാറ്റമില്ലല്ലോ. അല്ല, രണ്ട് വിരലുണ്ട് ഇതിനകത്ത്, മറ്റേ ഒരു വിരലേ ഉള്ളൂ. ഭയങ്കര മാറ്റമാണ്. മാറ്റം. മുദ്ര ശ്രദ്ധിക്കണം. ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കും? ഓ എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. ഒരു മുദ്ര, മറ്റേ രണ്ട് മുദ്ര. ദ്വിമുദ്ര, ദുമുദ്ര, പിന്നെ ഏകമുദ്ര. ഇത് രണ്ട് മുദ്ര. അപ്പോ അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു, എന്നെ കൊണ്ട് ഓടാൻ പോകുന്നു. ഹിറ്റ് മൂവ്മെന്റ് വേണോ? പോവാൻ പറഞ്ഞില്ലെങ്കിൽ വാ, ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. പാട്ടോ? സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലല, ഉസ്താദ് അലവലാദിഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ച് കിച്ചി. പെരിയോനേ സൂപ്പർ സാധനം പാട്, ഇങ്ങോട്ട് വാ. ബാക്കി അത്രേ ഉള്ളൂ, രണ്ട് പേര്. അല്ല, ഈ ഗട്സിന് ഒരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. അറിയാതെ ഞങ്ങൾ പാടുന്നത് അറിയില്ല. പെരിയോനേ 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 അടിപൊളി. നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മൾ ആ ട്രൈ ചെയ്യാനുള്ള ഗട്സ് ഉണ്ടല്ലോ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോയില്ല. ട്രൈ ചെയ്യാനുള്ള ഗട്സ് ആണ് ഏറ്റവും വലുത്. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറ ആശാനെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണ്. കൈ വിടറ. എൻ്റെ എന്താ പേരെന്താണ്? ഹാനോ. ഹാനോ എവിടെ? നല്ല പേര് കേട്ടോ. ഹാനോയ്ക്ക് നല്ലൊരു ഡിമ്പിളൊക്കെ ഉണ്ടല്ലേ. ഹമ്പിളാണ് അല്ലേ? അത് മനസ്സിലായി. സിമ്പിളും ആണ് അല്ലേ? എവിടെ? നാടെവിടെയാണ്? ചെങ്ങന്നൂര്. ഏതിനമ്മ പഠിക്കുന്നുണ്ട്? BBA ഫസ്റ്റ് ഇയർ. തുടങ്ങിയല്ലോ നമുക്ക്. റെഡി ആക്ഷൻ. എല്ലാ സിനിമയിലും തനി സെയിം ക്യാമറ അല്ലേ യൂസ് ചെയ്യുന്നത്? ബല്ല ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്ത് ചേഞ്ച്? ഐ കുഡ് അഫോർഡ് ഇറ്റ്, ഐ കുഡ് അഫിറ്റ് ഇറ്റ്, ഐ കുഡ് അഡ്മിറ്റ് ഇറ്റ്. ബൈ ദ വേ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക്കിന്റെ വീഡിയോ പരിസ്ഥിതി. എല്ലാ സിനിമയിലും തനി ആക്ഷൻ കട്ട് എന്നല്ലേ യൂസ് ചെയ്യുന്നത്? എന്നിട്ട് ഡാൻസിന് മാത്രം എന്ത് ചേഞ്ച്? ഐ കുഡ് അഫോർഡ് ഇറ്റ്, ഐ കുഡ് അഫോർഡ് ഇറ്റ്, ഐ കുഡ്. എല്ലാം ഒന്ന് തന്നെ. ഓക്കെ, പോട്ട്. അനക്കാരുടെ ഒരു പേര് ലൂസാണ് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ഫോർ എക്സാമ്പിൾ
ഒരാൾ സെയിം ആയിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും. സിമ്പിളായിട്ട് നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ 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 നടക്കുമോ? ഐ നോട്ട് അഗ്രി ഇറ്റ്. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? ആ നടത്തം ഒന്നും കൂടെ ഒന്ന് കാണിക്കാൻ, നമ്മളെ ജസ്റ്റ് നടത്തം ഒന്നും കൂടെ ഒന്ന് കാണിച്ച്. എങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നത്? എന്താ അന്നതെ കേട്ടോ. ചേഞ്ചിന് വേണ്ടി എങ്ങനെ നടക്കണം? വേണം നമുക്ക് ഇങ്ങനെ നടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ മാസ്റ്റർ പീസ് സാധനമാണ്. അതിലാരും കൈയെടുത്ത് അനുവദിക്കത്തില്ല. വെറുതെ മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത് എന്തൊരു വെയിറ്റ് ആണ് ഇതിന്. സെക്കൻഡ് സ്റ്റെപ്പ് അത് ഇതാണ്. അതൊന്നും തന്നെയല്ലേ? മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ആദ്യം കാണിച്ചത് ഏകമുദ്ര, രണ്ടാം കാണിച്ചത് ദ്രുമുദ്ര. സാറിന് ഷിറ്റ് വേണോ? അടിപൊളി. സത്യസന്ധത, നോ സിൻസിയറിറ്റി. കം ഓൺ. സഞ്ജയ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് BBA. നാട് ഇവിടെ തന്നെ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഈ സിനിമ കണ്ടായിരിക്കുമല്ലോ ഇല്ലേ? കോമഡി രംഗങ്ങളൊക്കെ കണ്ടായിരിക്കും. സലീം കുമാറിന് ഇഷ്ടമാണോ? ഇഷ്ടം. തുടങ്ങാം. റെഡി, ആക്ഷൻ. ആഹാ, എല്ലാ സിനിമയിലും ഈ സെയിം ക്യാമറ അല്ലോ താൻ ഉപയോഗിക്കുന്നത്? വല്ല ചേഞ്ച് ഉണ്ടോ? എല്ലാ സിനിമയിലും സെയിം ആക്ഷൻ കട്ടല്ലല്ലോ പറയുന്നേ. പിന്നെ ഇനി പറ, ഞാൻ കേക്കട്ടെ. ആഹാ, എല്ലാ സിനിമയിലും സെയിം എന്താ ക്യാമറ? എല്ലാ ഷൂട്ടിങ്ങിലും സെയിം ക്യാമറ ഉപയോഗിക്കുന്നത്. എന്താ ഡിഫറെന്റ് ഉണ്ടോടാ? വല്ല ചേഞ്ച് ഉണ്ടോടാ? പിന്നെ എന്തിന് എൻ്റെ ഡാൻസിന് മാത്രം ചേഞ്ച്? എല്ലാ സിനിമയിലും സെയിം ആക്ഷൻ കട്ടല്ലേ ഉപയോഗിക്കുന്നത്. വല്ല ഡിഫറെന്റ് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തിനാ ചേഞ്ച്? ഐ കുഡിൻ അഫോർഡ് ഇറ്റ്, ഐ കുഡിൻ അഡ്മിറ്റ് ഇറ്റ്, ഐ കുഡിൻ അഫിലിയേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പുരുഷൻ സാധാരണ നടക്കുന്നത് ഇങ്ങനെയാണ്. അതിനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും റിവേഴ്സിൽ? ഇല്ലല്ലോ. എൻ്റെ മാസ്റ്റർ പീസ് ആയ ഡാൻസ് ഇങ്ങനെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. മുദ്ര ഉണ്ട്, മുദ്ര. ഇത് ഏക് മുദ്ര, ദോ മുദ്ര. ആ മുദ്ര ഹിറ്റ് മൂവ്മെന്റ് വേണോ? അങ്ങനെയാണോ? മണവാളച്ചെറുക്കന്റെ അനിയന എന്റെ അമ്മേ. ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെ ആണോ? ആ മുദ്ര റെഡി. 1 2 3. ലേഡീസ് എന്തേലും വേണോ? ഇതെന്തോടാ? ഹിപ്പ് മൂവ്മെന്റ് വേണോ? ഹിപ്പ് മൂവ്മെന്റ് വേണോ സാർ? വേണം. നല്ലോണം കാണിക്ക്. ഓക്കെ, താങ്ക് യു. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. റിച്ചാർഡ് നല്ല ഗിറ്റാർ പ്ലെയർ കൂടിയാണ്. ബേസ് ആണോ? അല്ല, ഗിറ്റാർ. ഓക്കെ. എവിടെയാണ് നാട്? ഇവിടെ എൻ്റെ വീട് മൂവാറ്റുപുഴ. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാനിവിടെ BBA. റെഡി, ആക്ഷൻ. ആഹാ, താൻ എല്ലാ സിനിമയിലും സെയിം ക്യാമറയിൽ ഉപയോഗിക്കുന്നേ. ഇതൊന്നും ഇത് ചേഞ്ച് ഇല്ലേ? ആക്ഷൻ കട്ട് ഒന്നും പഠിച്ചില്ലേ? അത് കുറച്ച് കുഴപ്പമില്ല, അതുകൂടെ പോട്ടെ. എല്ലാ സിനിമയിലും താൻ ഈ ആക്ഷൻ കട്ട് എന്ന് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ ഡാൻസിന് മാത്രമേ ഇത്ര ചേഞ്ച് വേണ്ടേ? ഐ കുഡിൻ അഫോർഡ് ഇറ്റ്, ഐ കുഡിൻ അഡ്മിറ്റ് ഇറ്റ്, ഐ കുഡിൻ അഫിലിയേറ്റ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് എന്നത്താനാ അവിടെ വീട്ടിൽ ഇങ്ങനെ നടന്ന? അല്ല, കാണിച്ചു കൊടുക്കുമല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ നടക്കും. ചേഞ്ച് ഇല്ല, സെയിം നടത്താനായി. ചേഞ്ച് അല്ല, ചേഞ്ച് വേറെ നടത്താണെങ്കിൽ ചേഞ്ച് വേറെ നടത്തുമെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ചേഞ്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ വല്ലതും നടന്നു ഒരു ചേഞ്ച്. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ്. ഒരു കാര്യം ചെയ്യ്, നീ ഡയലോഗ് പറയണ്ട. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. നിർത്താൻ 3 പ്രാവശ്യം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഇനിയിപ്പോ ഇവിടെ നിന്ന പ്രശ്നം, നമുക്ക് രാത്രി ട്രൈ ചെയ്ത് നോക്കാം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. നിർത്താൻ സ്പീഡിൽ 3 പ്രാവശ്യം പറയണം. ഒന്നൂടെ പറഞ്ഞേ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പയ്യെ പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. തിരിച്ചോടെ പയ്യെ പറയൂ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. ഇത് സ്പീഡിൽ 3 പ്രാവശ്യം പറയണം. ഓക്കെ, അങ്ങോട്ട് ഒന്ന് പറയാം. റെഡി. കൃഷ്ണൻകുട്ടിയുടെ കൃഷ്ണൻകുട്ടിയോ? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടിയല്ല രാമനായർ.
കൃഷ്ണമൂർത്തിയുടെ മൂത്ത കുട്ടി രാമൻകുട്ടി. അല്ല, മറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി. മറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി. പറഞ്ഞു വിടറാ. അയ്യോ അവിടെയും പോയി. മോളെ അത് പറഞ്ഞു കൊടുത്തേ. കൃഷ്ണമോ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 കണ്ട. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ ഇത് കേട്ടു നോക്കുക. ഇത് കണ്ടോ ഒരാൾ പറയുന്നത്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കറക്റ്റ്. നിർത്തി, അല്ല എന്നാലും കുഴപ്പമില്ല. അയ്യടാ. ഓക്കെ ബൈ. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. ലക്ഷ്മി എവിടെ വീട്? ലക്ഷ്മി എന്റെ വീട് പത്തനംതിട്ട വാഴമുട്ടം. ഇവിടെ ഹോസ്റ്റലിലാണ്. അതെ അതെ. അപ്പോൾ തുടങ്ങാം. റെഡി ആക്ഷൻ. ആഹാ, താൻ എല്ലാ ഷൂട്ടിങ്ങിനും ഈ സെയിം ക്യാമറ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ബെല്ല ചേഞ്ച് ഉണ്ടോ? പിന്നെ എല്ലാ ഷൂട്ടിങ്ങിനും ആക്ഷൻ കട്ട് ഇത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? വല്ല ചേഞ്ച് ഉണ്ടോ? പിന്നെ ഞാൻ എന്തിനാ ഡാൻസ് മാറ്റണം? ഐ കുഡന്റ് അഫ്ലിറ്റഡ്, ഐ കുഡന്റ് അഡ്മിറ്റഡ്, ഐ കുഡന്റ് അവോയ്ഡ് ഇറ്റ്. This not reachable. www.comedy. എന്താണ് തമ്പുരാനറിയാ? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്ന ഇങ്ങനെയാണ്. ഒരു ചേഞ്ചിന് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ നടക്കുമോ? ഐ ഡോണ്ട് അഗ്രി. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതെന്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ്. അത് മാറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ് മാറ്റമില്ലല്ലോ. ഉണ്ട്. ആദ്യത്തേത് ഏകമുദ്ര, മുദ്ര ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ദുമുദ്ര, രണ്ടെണ്ണം ഉണ്ട്, ശ്രദ്ധിക്കണം. ഓ ആ ഷിറ്റ്. റെഡി ലേഡീസ്, ആ ഷിറ്റ് ഹിപ്പ് മൂവ്മെന്റ് വേണോ സർ? വേണം. ഓക്കേ സൂപ്പർ. എടി തങ്കി ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ്. അപ്പോൾ കുട്ടിക്കാനത്തെ ഈ മരിയൻ കോളേജ് എന്താണ് അക്ഷരാർത്ഥത്തിൽ വളരെ മനോഹരമായൊരു കോളേജാണ്. നല്ല കുട്ടികളുമാണ്. അപ്പം ഇവരുടെ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താണ് ഭയങ്കര ചിരിയൊക്കെ വരുന്നു അവിടുന്ന്. കാരണം ഇതെന്ത് ഇനിയും ഞങ്ങൾ ഒരുപാട് പെർഫോമൻസ് ഇനിയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നാണ് ആ ചിരിയുടെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ തൽക്കാലം ഞാൻ ഇവരെ വിട്ടുപോകുന്നില്ല. ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാം. ഇവരുമായിട്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വരാം. അതുവരെയും ഗുഡ് ബൈ.